പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, എ സർക്കസ് ആർട്ടിസ്റ്റ് ഈസ് ക്ലൈംബിംഗ് a 20-meter long rope which is tightly stretched and tied from top of a vertical pole to the ground. Find the height of the pole if the angle made by the rope with the ground level is 30 degree. Question ഒന്നുകൂടെ വായിക്കാം. A circus artist is climbing a 20-meter long rope which is tightly stretched and tied from the top of a vertical pole to the ground. Find the height of the pole if the angle made by the rope with the ground level is 30 degree. ഇതാണ് ചോദ്യം. ഒരു പോൾ, ആ പോളിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. ആ പോളിൻ്റെ ടോപ്പിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു 20 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് ടൈറ്റായിട്ട് വലിച്ചു കെട്ടിയിരിക്കുന്നു. ആ റോപ്പ് ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ പോളിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. പോളിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോളിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. 20 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് പോളിൻ്റെ ടോപ്പിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു. ആ റോപ്പ് ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. ആ റോപ്പ് ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോളിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് എച്ച് ബി ദ ഹൈറ്റ് ഓഫ് ദ പോൾ. പോളിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്നിരിക്കട്ടെ. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ സി എ ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം അറിയാം, ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം അറിയാം, ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ സൈനാണ് എടുക്കേണ്ടത്. സൈൻ 30 ഡിഗ്രി സമം ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് സൈൻ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്, അത് ബി സി ആണ്. എ ബി ബൈ എസ്, ഈ റൈറ്റ് ട്രയാങ്കിൾ സി എ ബി എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം നമുക്ക് അറിയാം. അപ്പോൾ സൈനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എ ബി ബൈ ബി സി ആണ്. സൈൻ 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 സമം എ ബി എന്ന് പറയുന്നത് എച്ച് ആണ്. എച്ച് ഡിവൈഡഡ് ബൈ 20. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20/2 ഈസ് ഈക്വൽ ടു എച്ച് എന്ന് വരും. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി പോൾ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ പോൾ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A tree breaks due to storm and a broken part bend so that the top of the tree touches the ground, making an angle 30 degree with it. The distance between the foot of the tree to the point where the top touches the ground is 8 meter. Find the height of the tree. ചോദ്യം ഇതാണ്. A tree breaks due to storm and the broken part bend so that the top of the tree touches the ground, making an angle 30 degree with it. The distance between the foot of the tree to the point where the top touches the ground is 8 meter. Find the height of the tree. ഇതാണ് ചോദ്യം. ഇതാണ്. അപ്പോൾ ഒരു ട്രീ, ആ ട്രീ നമുക്ക് എ ബി എന്ന് എടുക്കാം. ലെറ്റ് എ ബി ബി ദ ട്രീ. എ ബി ആണെന്നിരിക്കട്ടെ ട്രീ. ആ ട്രീ സി എന്ന പോയിന്റിൽ വെച്ച് ഒടിഞ്ഞു പോകുന്നു. ഈ ഒടിഞ്ഞ് അതിങ്ങോട്ട് വീഴുന്നു. എ ബി ആണെന്നിരിക്കട്ടെ ട്രീ. കാറ്റടിച്ചപ്പോൾ ഈ ട്രീ സി എന്ന പോയിന്റിൽ വെച്ച് ബ്രേക്കായിട്ട് അത് ഒടിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്നു. സി ഡി എന്ന് പറയുന്ന ഒടിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എ ബി ആണെന്നിരിക്കട്ടെ ട്രീ എ ബി ആണെന്നിരിക്കട്ടെ. അത് കാറ്റടിച്ചപ്പോൾ സി എന്ന പോയിന്റിൽ വെച്ച് അത് ബ്രേക്കായി ഇങ്ങോട്ട് വീഴുന്നു. ഈ മുറിഞ്ഞ പോർഷൻ ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. 30 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുറിഞ്ഞ പോർഷൻ ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അതുപോലെ ആ എൻഡും
ട്രീയും തമ്മിലുള്ള ദൂരം 8 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻഡും ട്രീയും തമ്മിലുള്ള ദൂരം 8 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് കണ്ടുപിടിക്കേണ്ടത്. വൺസ് അഗെയിൻ, ഒരു ട്രീ കാറ്റടിച്ചപ്പോൾ അത് സി എന്ന പോയിന്റിൽ വെച്ച് ബ്രേക്ക് ആവുന്നു. അത് മുറിഞ്ഞ് ഇങ്ങോട്ട് വീഴുന്നു. ഇങ്ങനെ നിന്ന ട്രീ സിയിൽ വെച്ച് മുറിഞ്ഞ് ഇങ്ങനെ വീഴുന്നു. ഈ മുറിഞ്ഞ ഇതിൻ്റെ എൻഡ് പോയിൻ്റ് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ ട്രീയുടെ എൻഡും അതിൻ്റെ ഫുട്ടും തമ്മിലുള്ള നീളം എന്ന് പറയുന്നത് 8 മീറ്ററാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രീയുടെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, സി തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ എ സിയും സി ഡിയും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ട്രീയുടെ മൊത്തം ലെങ്ത് കിട്ടുന്നത്. ട്രീയുടെ നീളം കിട്ടണമെങ്കിൽ ആദ്യം എ സി കാണണം, അതിൻ്റെ കൂടെ സി ഡി ആഡ് ചെയ്യണം. എ സിയും സി ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രീയുടെ ടോട്ടൽ ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് എ ബി ബി ദ ട്രീ. എ ബി ആണെന്നിരിക്കുന്ന ട്രീ. ലെറ്റ് ദ ട്രീ ബ്രേക്സ് അറ്റ് ദ പോയിന്റ് സി. സി എന്ന പോയിന്റിൽ വെച്ചാണെന്നിരിക്കട്ടെ ട്രീ ബ്രേക്ക് ചെയ്യുന്നത്. ലെറ്റ് ദ ട്രീ ബ്രേക്സ് അറ്റ് ദ പോയിന്റ് സി. സി എന്ന പോയിന്റിൽ വെച്ചാണ് അത് ബ്രേക്ക് ആവുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എ സിയും സി ഡിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. എ സിയും സി ഡിയും കൂടെ സം ചെയ്യുമ്പോഴാണ് നമുക്ക് മൊത്തം ട്രീയുടെ ലെങ്ത് കിട്ടുന്നത്. നമുക്ക് ആദ്യം എ സി കണ്ടുപിടിക്കാം. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഡി എ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം വേണം, അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം അറിയാം. അപ്പോൾ ടാൻ ആണ് എടുക്കേണ്ടത്. ടാൻ 30 ഡിഗ്രി സമം ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഡി എ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളമാണ്. ദാറ്റ് ഈസ് എ സി ബൈ എ ഡി ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. 1/√3 സമം എ സി ബൈ എ ഡി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8/√3 എന്ന് പറയുന്നത് എ സി ആണ്. ദെയർഫോർ എ സി എന്ന് പറയുന്നത് 8/√3 ആണ്. എ സി ഈസ് ഈക്വൽ ടു 8/√3 ആണ്. ഇനി നമുക്ക് സി ഡി കണ്ടുപിടിക്കണം. സി ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റൈറ്റ് ട്രയാങ്കിൾ തന്നെ ഉപയോഗിക്കാം. ഡി എ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം അറിയാം, ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം അറിയാം, ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം കണ്ടുപിടിക്കാൻ അഡ്ജസൻറ്റ് സൈഡ് അറിയാം, ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ cos 30 എടുത്താൽ മതി. cos 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ഡി ബൈ സി ഡി ആണ്. എ ഡി അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം എ ഡി ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് ഡി എ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് cos 30 ഡിഗ്രി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ്. അപ്പോൾ cos 30 എന്ന് പറയുന്നത് എ ഡി ബൈ സി ഡി ആണ്. cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ എ ഡി എന്ന് പറയുമ്പോൾ 8 ആണ്. ദാറ്റ് ഈസ് 8/CD എന്ന് വരും. 8/CD ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഇൻറ്റു സി ഡി എന്ന് പറയുന്നത് 8 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് 16/√3 ആണ്. 16/√3 ആണ്. അപ്പോൾ നമ്മൾ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കണ്ടു, സി ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കണ്ടു. അപ്പോൾ ട്രീയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എ സിയും സി ഡിയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് ഈക്വൽ ടു AC plus CD, that is 8/√3 plus 16/√3. √3 നമുക്ക് LCM ആയിട്ട് എടുക്കാം. മുകളിൽ 8 + 16 എന്ന് വരും. ദാറ്റ് ഈസ് 24/√3 എന്ന് വരും. മുകളിലും താഴെ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 24√3/3 എന്ന് വരും. 24√3/3 എന്ന് വരും. 24ഉം 3യും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് വരും. ഇപ്പോൾ 8√3 മീറ്റർ എന്ന് വരും. 8√3 മീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഈസ് 30 മീറ്റർ അവേ ഫ്രം ദ ഫുട്ട് ഓഫ് എ ടവർ ഈസ് 30 ഡിഗ്രി. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ചോദ്യം ഇതാണ്, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ടവർ from a point on the ground which is 30 meter away from the foot of the tower is 30 degree. Find the height of the tower. ഇതിൻ്റെ ആൻസർ 10√3 മീറ്റർ ആണ്. ഇത് ഹോംവർക്കായിട്ട് ചെയ്യണം. 10√3 മീറ്റർ ആണ്. ഇത് ഹോംവർക്കായിട്ട് ചെയ്യുക.
അടുത്ത ചോദ്യം, എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് 60 meter above the ground. A kite is flying at a distance 60 meter above the ground. The string attached to the kite is temporarily tied to a point on the ground. The inclination of the string with the ground is 60 degree. Find length of the string. ഇതാണ് ചോദ്യം. A kite is flying at a height 60 meter above the ground. The string attached to the kite is temporarily tied to a point on the ground. The inclination of the string with the ground is 60 degree. Find the length of the string. ഇതാണ് ചോദ്യം. ഒരു പട്ടം ഇങ്ങനെ എ സി ആണെന്നിരിക്കട്ടെ, ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് സി എന്ന പോയിന്റിലാണെന്നിരിക്കട്ടെ ആ കൈറ്റ് വരുന്നത്. നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് എക്സ് എന്നെടുക്കാം. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എക്സ് ആണെന്നിരിക്കട്ടെ. ഈ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഈ കൈറ്റ് ഗ്രൗണ്ടിൽ നിന്നുള്ള പട്ടത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്, അത് 60 മീറ്റർ ആണ്. അപ്പോൾ ഈ ബി സി തന്നിട്ടുണ്ട് 60 മീറ്റർ ആണ്. അതുപോലെ ഈ ആംഗിൾ 60 ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എക്സ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എക്സ് ആണെന്നിരിക്കട്ടെ. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് സ്ട്രിങ്ങിൻ്റെ നീളം എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം അറിയാം, നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം അറിയാം, ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്രം ദ റൈറ്റ് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം അറിയാം, ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സൈൻ ഉപയോഗിച്ചാൽ മതി. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് ബി സി ബൈ എ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയുമ്പോൾ 60 ആണ്. 60 ബൈ എ സി എന്ന് പറയുന്നത് എക്സ് ആണ്. 60 ബൈ എക്സ് ആണ്. സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 എന്ന് പറയുന്നത് 60 ബൈ എക്സ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3x എന്ന് പറയുന്നത് 60 × 2 എന്ന് വരും. അപ്പോൾ √3x എന്ന് പറയുന്നത് 120 എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 120/√3 ആണ്. മുകളിലും താഴെ ഒരു √3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ √3 × √3 3 വരും, മുകളിൽ ഒരു √3 വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 40√3 എന്ന് വരും. 40√3 മീറ്റർ എന്ന് വരും. ഇതാണ് ആ സ്ട്രിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത്, സ്ട്രിങ്ങിൻ്റെ നീളം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫ്രം എ പോയിന്റ് പി ഓൺ ദ ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ 10 meter tall building is 30 degree. A flag is hoisted at the top of the building and the angle of elevation of the top of the flagstaff from P is 45 degree. Find the length of the flagstaff and the distance of the building from the point P. ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. From a point P on the ground, the angle of elevation of the top of a 10 meter tall building is 30 degree. A flag is hoisted at the top of the building and the angle of elevation of the top of the flagstaff from the point P is 45 degree. Find the length of the flagstaff and the distance of the building from the point P. Distance of the building from the point P. ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. നമുക്ക് ആ ബിൽഡിംഗ് നമുക്ക് എ ബി എന്ന് എടുക്കാം. എ ബി ആണെന്നിരിക്കട്ടെ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ കൊടിമരത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എക്സ് എന്നെടുക്കാം. ഒരു ആ ബിൽഡിങ്ങിൻ്റെ നീളം 10 മീറ്ററാണ്. അതിൻ്റെ നീളം 10 മീറ്ററാണ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കൊടി നാട്ടിയിട്ടുണ്ട്. ആ കൊടിയുടെ നീളം എക്സ് ആണെന്നിരിക്കട്ടെ. ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എക്സ് ആണെന്നിരിക്കട്ടെ.
ഇനി പി എന്ന പോയിന്റിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്, അത് 30 ഡിഗ്രിയാണ്. അതുപോലെ പി എന്ന പോയിന്റിൽ നിന്ന് ഈ ഫ്ലാഗിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. ആ കൊടിയുടെ നീളമാണ് കൊടി ഒരു ഫ്ലാഗ് സ്റ്റാഫ് ഉണ്ട്, കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ നീളം എക്സ് ആണെന്നിരിക്കട്ടെ. പി എന്ന പോയിന്റിൽ നിന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അതുപോലെ പി എന്ന പോയിന്റിൽ നിന്ന് ഈ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. നമുക്ക് ഈ കൊടിമരത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്, ഫ്ലാഗ് സ്റ്റാഫിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് എ ബി ബി ദ ബിൽഡിങ്ങിനെ നമുക്ക് എ ബി എന്ന് എടുക്കാം. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ ലെങ്ത് എക്സ് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ ഫ്ലാഗ് സ്റ്റാഫ്. ഓക്കെ, നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ പി എ ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എ ബി ബൈ പി എ ആണ്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളമാണ്. ടാൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എ ബി ബൈ പി എ ആണ്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. 1/√3 എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് 10 ആണ്. 10 / AP എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എ എന്ന് പറയുന്നത് 10√3 എന്ന് വരും. പി എ എന്ന് പറയുന്നത് 10√3 എന്ന് വരും. 10√3. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി ഫ്രം റൈറ്റ് ട്രയാങ്കിൾ പി എ സി, ഈ പി എ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത്, ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എ സി ബൈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം എ സി ബൈ അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം എ പി ആണ്, അല്ലെങ്കിൽ പി എ ആണ്. അപ്പോൾ ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എ സി ബൈ പി എ ആണ്. ഇനി ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു എ സി എന്ന് പറയുന്നത് 10, എ സി എന്ന് പറയുന്ന ഈ ലെങ്ത് എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 + x ആണ്. അപ്പോൾ 10 + x ഡിവൈഡഡ് ബൈ എ പി ആണ്. അപ്പോൾ എ പി എന്ന് പറയുന്നത് 10 + x ആണ്. 10 + x. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം ഉപയോഗിച്ച് നമുക്ക് പറയാം. ഇവിടെ എ പിയുടെ വാല്യൂ നമുക്ക് 10√3 എന്നറിയാം. ഇവിടെ പി യുടെ വാല്യൂ 10√3 ആണെന്നറിയാം. ഇവിടെ പി യുടെ വാല്യൂ പി എന്ന് പറയുന്നത് 10 + x എന്നറിയാം. അപ്പോൾ 1ഉം 2ഉം ഉപയോഗിച്ച് നമുക്ക് പറയാം ബൈ 1 and 2 10 + x എന്ന് പറയുന്നത് 10√3 ആണ്. അതുകൊണ്ട് x എന്ന് പറയുന്നത് 10√3 - 10 ആണ്. രണ്ട് ടേമിൽ നിന്ന് 10 വെളിയിലെടുക്കുക. അപ്പോൾ 10 × √3 - 1 അത്രയും മീറ്ററാണ്. ഓക്കെ, ഇതാണ് ആ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം, NCERT ടെക്സ്റ്റിലെ എക്സാമ്പിൾ 5 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്ത ഭാഗം, ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.